എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എക്സാം പാറ്റേണിനെ പറ്റിയിട്ട്, എത്രയാണ് നമ്മുടെ സ്കോർ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് മാർക്സുകൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനെ മൊത്തത്തിലുള്ള ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിസ്കഷൻ വീഡിയോ ആണ് ഇന്നത്തേതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ തന്നെയാണ് ഇത്തവണത്തെ നീറ്റ് എക്സാമിന് വരുന്നത്. അതായത് 200 മിനിറ്റ്സ് ആണ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. 3 മണിക്കൂർ 20 മിനിറ്റ് അല്ലേ. അതായത് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക് എൻഡ് ചെയ്യുന്നത് 5:20 അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് 200 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 200 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫിസിക്സിന് 50 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിക്ക് 50 ക്വസ്റ്റ്യൻ, ബോട്ടണിക്ക് 50 ക്വസ്റ്റ്യൻ, സുവോളജിക്ക് 50 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഇതിൽ നമുക്ക് ഓരോ സബ്ജക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഫിസിക്സിന് സെക്ഷൻ എയും ഉണ്ട്, സെക്ഷൻ ബിയും ഉണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് സെക്ഷൻ എ ഉണ്ട്, സെക്ഷൻ ബി ഉണ്ട്. അതുപോലെ തന്നെ ബോട്ടണിക്കും സുവോളജിക്കും രണ്ടിനും സെക്ഷൻ എയും ഉണ്ട്, സെക്ഷൻ ബിയും ഉണ്ട്. ഇതിൽ സെക്ഷൻ എയിൽ 35 ചോദ്യങ്ങളും സെക്ഷൻ ബിയിൽ 15 ചോദ്യങ്ങളുമാണ് വരുന്നത്. അതെ, 35ഉം 15ഉം അങ്ങനെ മൊത്തം 50 ചോദ്യം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബോട്ടണിയിലും സുവോളജിയിലും ഒക്കെ വരുന്നത്. സെക്ഷൻ എയിൽ 35, സെക്ഷൻ ബിയിൽ 15. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം സെക്ഷൻ എയിനെ പറ്റിയിട്ട് പറയാം. സെക്ഷൻ എ വരുമ്പോഴത്തേനും നമുക്ക് ഇതിൽ 35 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ 35 ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 35 ചോദ്യത്തിൽ അറിയാവുന്നത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യന് 35 നമുക്ക് മൊത്തത്തിൽ ഓരോ ക്വസ്റ്റ്യന് 4 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 4 മാർക്ക് കിട്ടും. ഇതാണ് അതിലെ റൂൾ എന്ന് പറയുന്നത്. നമുക്ക് പൊതുവെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റൂളായിരിക്കും, പക്ഷേ ആദ്യമായിട്ട് ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചോദ്യത്തിന് 4 മാർക്കാണ് നിങ്ങൾക്ക് ശരിയാണെങ്കിൽ 4 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇൻ കേസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 1 മാർക്ക് മൈനസ് പോകും, അതായത് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് കുറയും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ മാർക്ക് നെഗറ്റീവും അതുപോലെ തന്നെ സ്കോറും വരുന്നത്. എങ്ങനെയാണ്? അപ്പോൾ ഇതിൽ നിങ്ങൾ ഓരോ സെക്ഷൻ എയിലെ 35 ചോദ്യങ്ങളും അതിൽ നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ 2 കാര്യം പറഞ്ഞു തന്നു. ആൻസർ മാർക്ക് ചെയ്യുന്നത് ശരിയാണെങ്കിൽ 4 മാർക്ക് കിട്ടും. ഒന്ന് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ -1 ആകും. അതുപോലെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കൂടത്തുമില്ല, മാർക്ക് കുറയത്തുമില്ല, അങ്ങനെ 0 ആയിട്ട് തന്നെ നിൽക്കും. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടിട്ട് ആൻസർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആൻസറുകൾ ശരിയായിട്ട് തോന്നി, നിങ്ങൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ NTA നോക്കുമ്പോഴത്തേനും നമ്മുടെ ആൻസറിനകത്ത് ഇപ്പം നിങ്ങൾ ചെയ്ത ഉത്തരം ഫോർ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കാം. അതിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നി ഇതിൽ എയും ബിയും കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ള ഡൗട്ട് തോന്നി. നിങ്ങൾ അതിലേതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തു. പക്ഷെ നമുക്ക് അവർ ഇടുന്ന ഉത്തരം എന്ന് വെച്ചാൽ നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നമുക്കൊരു അപ്രോപ്രിയേറ്റ് ആൻസർ തരുമല്ലോ. പക്ഷേ അത് രണ്ടും ആൻസറായിട്ട് കറക്റ്റായിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾ ഈ 2 ആൻസറിൽ ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നിങ്ങൾ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവും ശരിയായിട്ട് തോന്നിയിട്ടില്ല. എല്ലാ ഉത്തരവും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നല്ല, അതിൽ ആൻസർ 4ഉം തെറ്റാണ്, 4 ഓപ്ഷൻസും തെറ്റാണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, വെദർ നിങ്ങൾ ആൻസർ ചെയ്തോ ഇല്ലയോ, നിങ്ങൾ ആ എക്സാം സെൻറ്ററിൽ നിങ്ങൾ പോയി ചെന്ന് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അതാണ് അവരുടെ ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഓർമ്മ വെച്ചിട്ട് അവരുടെ സെക്ഷൻ ഈ പറയുന്ന എയിൽ വരുന്നത്. സെക്ഷൻ ബി എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ 15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും ഉണ്ടാകാം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. ഇതിൽ 15 ചോദ്യങ്ങളുണ്ട്. ഈ 15 ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 10 ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതിയാകും.
ഇവിടെയും നെഗറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നത് 15-ൽ 10 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് 10 എണ്ണം നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ 10 എണ്ണം അറ്റൻഡ് ചെയ്യണമല്ലോ, പക്ഷേ അതിൽ നിങ്ങൾക്ക് 7 എണ്ണേ അറിയത്തുള്ളൂ, ബാക്കിയുള്ളതെല്ലാം കൺഫ്യൂസ്ഡ് ആണ്. അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അറ്റൻഡ് ചെയ്യരുത്. അറ്റൻഡ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് മേടിക്കരുത്. 10 എണ്ണം അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് അതിൽ എത്രയാണോ നിങ്ങൾക്ക് ഉറപ്പുള്ളത് അത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഈ 15 ക്വസ്റ്റ്യൻ നിങ്ങൾ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത് ഏതാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ആദ്യം അറ്റൻഡ് ചെയ്യുന്ന 10 എണ്ണമാണ് അവരെടുക്കുന്നത്. നിങ്ങൾ ആദ്യം 10 എണ്ണം അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അയ്യോ ഇതെനിക്കറിയായിരുന്നല്ലോ എന്ന് തോന്നി നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അത് അവർ കൗണ്ട് ചെയ്യൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് 10 എണ്ണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ അറിയാം, 5ാമത്തെ ക്വസ്റ്റ്യൻ അറിയാം, അങ്ങനെ ഓർഡറിൽ 10 എണ്ണം എന്നല്ല, നിങ്ങൾക്ക് ആ 15 ക്വസ്റ്റ്യനിൽ ആദ്യത്തെ കൗണ്ട് ചെയ്ത് വരുന്ന അറ്റൻഡ് ചെയ്തിരിക്കുന്ന 10 എണ്ണം, ആ 10 എണ്ണമാണ് അവർ കൗണ്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ റൂൾസൊക്കെ ഇതിലും ബാധകമാണ്. അതായത് നിങ്ങൾക്ക് ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും, ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ -1 മാർക്ക് നിങ്ങൾക്ക് പോകും, നിങ്ങൾ ആൻസേർഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ 0 മാർക്ക്, ആർക്കും ഒരു ഗുണവും ഇല്ല ദോഷവും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യനിൽ 1-ൽ കൂടുതൽ ശരിയുത്തരം ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. എന്നാൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനിലെ 4 ഉത്തരവും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് 4 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണൊരു റൂളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇത്ര നിങ്ങൾക്ക് അറിയുന്നതിലൂടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ പറഞ്ഞത്. പിന്നെ ഒരുപാട് പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, അവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.